ആരോപണങ്ങൾ ശരിയാണെന്ന് തോന്നും. ADGPയെ പറഞ്ഞയച്ചത് മുഖ്യമന്ത്രിയാണ് RSS നേതാക്കളെ കാണാനും പൂരം കലക്കാനും. അതുകൊണ്ടാണ് ADGPക്കെതിരെ അന്വേഷിക്കാത്തത് എന്നത് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് പൂരം കലക്കിയ സംഭവം വിശ്വാസികളെ വളരെയധികം വേദനിപ്പിക്കാൻ കഴിയുന്നു. അതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചർച്ച മുസ്ലിം ലീഗിലില്ല. അൻവർ ലീഗിലേക്ക് വരാമെന്നും പറഞ്ഞിട്ടില്ല. ലീഗ് അൻവറിനെ സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ ഈ സാങ്കല്പികമായ ചോദ്യങ്ങൾ? അൻവർ അങ്ങനെയല്ല പറഞ്ഞത്. മണ്ഡലം പ്രസിഡന്റ് ഒരു സ്വാഗതം ചെയ്ത് പോസ്റ്റ് ഇട്ടപ്പോഴേക്ക് സ്വാഗതം ചെയ്തിട്ടില്ല. അൻവർ പറഞ്ഞതാണ്. അൻവർ പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളല്ലേ പുറത്തിട്ടത്? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, സ്വാഗതം എന്നൊരു വാക്കുണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ, അത്തരമൊരു പ്രതികരണം നടത്തിയപ്പോൾ അതിനെ വിലക്കിയതാണ് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ എന്ന് അൻവർ പറയുന്നുണ്ട്. അപ്പൊ അൻവറിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വാഗതം ചെയ്യോ? അൻവറിന്റെ താല്പര്യമോ അൻവർ വിളിക്കുന്നതോ അൻവറിന്റെ വാക്ക് വെച്ചിട്ട് മുസ്ലിം ലീഗിന് എന്തിനാ നടക്കുന്നത്? അൻവർ മുസ്ലിം ലീഗിന്റെ ഭാഗമല്ലല്ലോ. അൻവർ ഭരണകക്ഷിയുടെ ഭാഗമാണ്, CPMന്റെ ഭാഗമാണ്. അതുകൊണ്ട് അൻവർ CPMനെയും ഭരണകക്ഷിയെയും കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. ചോദ്യം വരുന്നത് അൻവറിപ്പം ഭാഗമല്ല, സ്വന്തം MLA ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം പുറത്തു പോകുന്നു. ഈ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്യുന്ന അവസ്ഥ ഉണ്ടോ? ഇപ്പോൾ ഇല്ല, 100% ഇല്ല. ഭാവിയിൽ ആലോചിക്കും. ഭാവിയിലെ കാര്യം നമ്മൾ ഇനിയും കാണുമല്ലോ. ഇത് അവസാനത്തെ കാണുന്നതല്ലല്ലോ. അപ്പം പറയാം. ഈ രാഷ്ട്രീയ നെക്സസിനെ കുറിച്ച് അൻവർ പറയുമ്പോഴേ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ ഇതിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെയുള്ള മുഖ്യധാര 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ യോജിക്കാവുന്ന കാര്യങ്ങളിൽ പരസ്പരം ചർച്ച ചെയ്യുന്നതിനും സഹകരിക്കുന്നതിനും എന്താ യെച്ചൂരി അനുസ്മരണത്തിൽ ഒരുമിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷും രവീന്ദ്രനും വിശ്വനാഥ് കോൺഗ്രസിന്റെ നേതാവും ഒരുമിച്ചായിരുന്നു. അത്തരം കാര്യങ്ങൾ സംസാരിക്കും. പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിൽ നീങ്ങാൻ പാടില്ല എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ആയിക്കോട്ടെ, അദ്ദേഹം ഇപ്പൊ രക്ഷപ്പെടാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള വഴികളൊക്കെ കണ്ടെത്തും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം. ഞങ്ങൾ പറഞ്ഞല്ലോ, അൻവർ അല്ല ഞങ്ങളുടെ ചർച്ച. ഞങ്ങളുടെ ചർച്ച അൻവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഇഷ്യൂകളാണ്. ആ ഇഷ്യൂകൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം ഇപ്പൊ കടന്നു വന്നു. അദ്ദേഹത്തിന് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും പറയാനുണ്ട്, ഗൗരവകരമായ കാര്യങ്ങൾ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുഴുവൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അൻവറിനെ സ്വീകരിക്കാനോ അൻവറിനെ ശരിവെക്കാനോ അല്ല. അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേരളത്തിന്റെ മനസാക്ഷിയെ നെറ്റിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ശക്തമായ സമര പരിപാടികളിലേക്ക് UDF പോവുകയാണ്. ഇന്ന് കോഴിക്കോട് വെച്ച് ബഹുമാനപ്പെട്ട UDF ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് സമര പ്രഖ്യാപനം നടത്തും. അതോടുകൂടി UDF ഇതിനെക്കുറിച്ച് ശക്തമായ സമരരംഗത്തേക്ക് പോവുകയാണ്. അൻവർ പറഞ്ഞ മറ്റൊരു കാര്യം, നിസ്സാരമായാണ് ഈ ഗവൺമെന്റ് കാര്യങ്ങൾ എടുക്കുന്നത്, എന്നിട്ട് അന്വേഷണം പറയാം. അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണം ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. RSSും ADGPയും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് അന്വേഷിക്കാം. അൻവർ പറഞ്ഞത് 1924 ഏറ്റവും വലിയ തമാശയാണ് അത് എന്ന്. എന്തായാലും കോട്ടെ, പക്ഷേ ADGP RSS നേതാക്കളെ കണ്ടു എന്നത് പകൽ പോലെ വ്യക്തമല്ലേ? നിശ്ചയിച്ചിട്ടില്ലേ? ADGP സമ്മതിച്ചല്ലേ? ADGP സമ്മതിച്ചതാണ്. RSS ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് സമ്മതിക്കേണ്ടി വന്നതാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? വ്യക്തമല്ലേ? അതിന് പേര് നടപടി എടുക്കണ്ടേ?